പക അത് വീട്ടാനുള്ളതാണെന്ന് തെളിയിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ മുടി വെട്ടി കളർ അടിച്ച് വന്നപ്പോൾ ചേച്ചി പറഞ്ഞു പൊമേറിയൻ വെട്ടിക്ക് കളർ അടിച്ച പോലെ ഉണ്ടെന്ന്. എങ്കിൽ പിന്നെ കുറച്ച് നാൾ കൊണ്ട് എന്റെ പുറയിൽ മുടി വെട്ടിക്കുമെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചിയെ മുടി വെട്ടിക്കാൻ വേണ്ടി നമ്മൾ സലൂൺ ഡിആറിലാണ് ചെന്നത്. അവിടെ ചെന്നിട്ട് മുടിയൊക്കെ വാഷ് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടി ഇരുന്നു. അപ്പുക്കുട്ടൻ തറവാട് പോലെ അവിടെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. ആഹാ എന്ത് ഭംഗി, മോർച്ചറിയിൽ ഇരിക്കുന്ന പോലെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ മുടി ഇത്രയും വെട്ടിയാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു പോരാ പോരാ മുകളിലോട്ട് വെട്ടാൻ പറഞ്ഞിട്ട് മുകളിൽ വെച്ച് വെട്ടി. ഞാൻ എന്റെ സ്റ്റഡിന്റെ ഭംഗിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന പോലെ പോയിട്ട് ഞാനാണെങ്കിൽ ഹെയർ സ്പായ്ക്ക് വേണ്ടി തിരിച്ചു വന്നപ്പോൾ ഈ ഇരിപ്പിരിക്കുന്ന കണ്ടിട്ട് ഞാൻ ചോദിച്ചു വാവ് ഹസ്ബൻഡ്സ് ഇൻ ഗോവയിലെ സലിം കുമാറിനെ പോലെ ഉണ്ടെന്ന്. ആ ഒരു ക്ഷീണം മാറാൻ വേണ്ടി നമുക്ക് ടീ ഒക്കെ കൊണ്ട് തന്നെ. അങ്ങനെ ചേച്ചി ഞങ്ങളെല്ലാം ടീ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേച്ചിക്ക് ഹെയർ സ്പാ ചെയ്യണമെന്ന് പറഞ്ഞു തന്നു. അങ്ങനെ ചേച്ചിയുടെ തലയിലും ഹെയർ ഒക്കെ സ്പാ ചെയ്തു. ഞാൻ ജസ്റ്റ് എനിക്ക് ബ്ലോ ഡ്രൈ ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. ചേച്ചിക്ക് ഇതാ ഇതുപോലെ ചുരുട്ടി ഇടുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്കാണെങ്കിൽ എന്റെ ഫ്രിസ്നെസ് ഒക്കെ ഒന്ന് കുറഞ്ഞ് ഹെയർ ഒക്കെ ഒന്ന് അടിപൊളിയായി. അപ്പൊ സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഇന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പോ അമ്മയ്ക്കും ആരായത് ഇങ്ങനെയല്ലല്ലോ ഇവിടുന്ന് പോയത് ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. ആദ്യം മുടി കുറച്ചെടുത്തിട്ട് ഇത്രയും മതിയോ പോരാ മുകളിലോട്ട് കയറ്റാൻ പറഞ്ഞ് എന്നെ കൊണ്ട് വെട്ടിപ്പിച്ചു. എന്നെ കൊണ്ടല്ല ചേട്ടനെ കൊണ്ട് വെട്ടിപ്പിച്ചു. ആ പുഞ്ഞ പുഞ്ഞ വീട്ടിലൊരു ബോംബ് പൊട്ടിയ പോലെ ബഹളമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ കളിയും ചിരിയും ബഹളവും ഒക്കെ തന്നെയായിരുന്നു. അങ്ങനെ അവസാനം ചേച്ചിയോടും അമ്മയോടും ടാറ്റ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ്. ചേച്ചിക്ക് ആട്ടിക്കളി കൂടുതലാണ് കേട്ടോ. ഞാൻ പറഞ്ഞു നാളെ കുളിച്ചാത്തിരുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ.